നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു പൊരുത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു വിഷയമാണ്. അതായത് ശുദ്ധജാതകം. ശുദ്ധജാതകം എന്ന പേരിൽ ഒരുപാട് രക്ഷകർത്താക്കൾ ഇങ്ങനെ ഓടി നടക്കുന്നതാണ്, പരക്കം പാഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. കാര്യം അവരെല്ലാം കരുതിയിരിക്കുന്നത് എന്തോ ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ദോഷമാണെന്നാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ശുദ്ധജാതകം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു പേര് ഈ നമ്മുടെ ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇല്ല, ശുദ്ധജാതകം എന്നുള്ള. പക്ഷേ ഇവിടുത്തെ പ്രായോഗികമായ ജ്യോതിഷന്മാരങ്ങനെ ഇവിടെ പറഞ്ഞുണ്ടാക്കി ആൾക്കാരെ ഭയപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യമാണ് ഈ ശുദ്ധജാതകം. കാരണം ശുദ്ധജാതകത്തിൽ ശുദ്ധജാതകം മാത്രമേ ചേർക്കാവൂ, അങ്ങനെയുള്ള ഒരു ഇതും പറഞ്ഞിട്ട് എന്താണ് ശുദ്ധജാതകം എന്ന് ഇവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. കാരണം അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സാങ്കല്പികം ഈ പറഞ്ഞ ഈ ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ല, ആചാര്യന്മാരാരും പറഞ്ഞിട്ടുമില്ല. പക്ഷേ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു മാർഗവുമില്ല കണ്ടുപിടിക്കാൻ. അപ്പം ശരിക്ക് എന്താണ് ശുദ്ധജാതകം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാശിയിൽ ഒരു ഗ്രഹങ്ങളും നിൽക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഇവർ ശുദ്ധജാതകം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ശരിക്ക് ജ്യോതിശാസ്ത്രപ്രകാരം ഒരു രാശിക്ക് അതിന് ഒരു ചൈതന്യം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രഹം നിൽക്കുകയോ അല്ലെങ്കിൽ ആ രാശിയിൽ മറ്റ് ഗ്രഹങ്ങളാരും നിൽക്കുന്നില്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുകയോ ചെന്നാൽ മാത്രമേ ആ രാശിക്ക് ചൈതന്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഫലദാന ശേഷി ആ ഭാവത്തിനുണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകിൽ ഗ്രഹം വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് ശുദ്ധജാതകം എന്നിവർ പറയുന്നത്. അങ്ങനെ ഒന്നും വരാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ അങ്ങനെ വരുന്ന അവസ്ഥയാണ് ഇവർ ശുദ്ധജാതകം എന്നും പറഞ്ഞ് ഈ നിങ്ങളെല്ലാം കബളിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആ ശുദ്ധജാതകത്തിൽ ചേർക്കേണ്ട ശുദ്ധജാതകം ചേർക്കണം എന്നാണ് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ വരുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങൾ അറിവിലേക്കായിട്ട് പറഞ്ഞു. കാരണം ഒരു രാശിക്ക് അതിന് ബലം അല്ലെങ്കിൽ അതിന് ആ രാശിക്ക് ഒരു ചൈതന്യം വരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഗ്രഹം നിൽക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി പതിയണം. അപ്പം ഇതൊന്നും ഇല്ലാതെ വരുന്ന ഒരു രാശിക്ക് അതോടൊപ്പം ഒന്നുമില്ലെങ്കിൽ ആ രാശിയുടെ അധിപൻ ഇഷ്ടസ്ഥിതനോ അല്ലെങ്കിൽ ബലവാനോ ആയിരിക്കണം. അപ്പം ഇതൊക്കെ വരുമ്പോഴാണ് ആ രാശിക്ക് ഫലദാന ശേഷി ഉണ്ടാകുക, ചൈതന്യം ഉണ്ടാകുന്നത്. അപ്പം ഈ ശുദ്ധജാതകം ഇവർ ശുദ്ധജാതകത്തിൽ ചേർക്കണം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്, കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു രാശിയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ല, അവിടെ ദൃഷ്ടികളൊന്നും വരാത്ത അവസ്ഥയാണ്, ഇവർ ജഡമായി കളിക്കുന്ന അവസ്ഥയാണ് ശുദ്ധജാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശുദ്ധജാതകമായിട്ടുള്ള ജാതകത്തിൻ്റെ കൂടെ ശുദ്ധജാതകമായിട്ടുള്ള ജാതകം ചേർക്കണം എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. അതിൻ്റെ പേരിലാണ് ഇവിടെ ഒരു വിഭാഗം കുട്ടികൾക്ക് വിവാഹം നിഷേധിക്കുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു, കാര്യം എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്ന്. അപ്പം ഒരു രാശിക്ക് ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭാവത്തിന് പുഷ്ടി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അപ്പം ഈ ശുദ്ധജാതകവും ചേർക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ആ ഭാവത്തിന് പുഷ്ടിയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ വിവാഹ ജീവിതം എങ്ങനെ സക്സസ്ഫുൾ ആവും എന്നുള്ളതാണ് ആദ്യം ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു തരേണ്ടത്. കാരണം ഒരു ഭാവത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഫലദാന ശേഷി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭാവത്തിൻ്റെ ദൃഷ്ടി വേണം, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രഹത്തിൻ്റെ യോഗം വേണം. ഇതൊന്നും ഇല്ലാതെ വരുന്ന 7-ാം ഭാവക്കാരെ തമ്മിൽ നമ്മൾ ഈ ശുദ്ധജാതകം വേണം എന്നുള്ള പേരിൽ വിവാഹം കഴിപ്പിച്ചാൽ അവരുടെ ജീവിതം ഒരിക്കലും സക്സസ്ഫുൾ ആവുകയില്ല. ഇനിയെങ്കിലും നിങ്ങളെല്ലാം ആ ഒരു സത്യം മനസ്സിലാക്കണം. ആരും ഈ ശുദ്ധജാതകം എന്നുള്ള പേരിൽ പേടിക്കേണ്ട കാര്യവുമില്ല. കാരണം അത് അങ്ങനെ ഒരു കാര്യം ഈ ആചാര്യന്മാരാരും പറഞ്ഞിട്ടുമില്ല. ശുദ്ധം ചേർക്കണം എന്നും പറഞ്ഞുകൊണ്ടൊരു തിയറി ഒരു ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വരുന്നുമില്ല. മാത്രമല്ല ഇതിനകത്തുള്ള ആ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു പറയുകയാണ്. വീണ്ടും അതായത് ജഡമായ 2 ഭാവങ്ങളുള്ള 2 പേര് തമ്മിലാണ് നമ്മൾ ആ ശുദ്ധവും ചെയ്യണം എന്നുള്ള പേരിൽ വിവാഹം കഴിപ്പിക്കുമ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ജീവിതം ഒരിക്കലും വളരെ സന്തോഷകരമായി പോകില്ല, നല്ലൊരു സക്സസ്ഫുൾ ആവുകയുമില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വേണം,
അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ നിൽക്കണം. അത് ചിലപ്പോൾ ശുഭനാവാം, പാപനാവാം, എല്ലാം ആവാം. പക്ഷെ എന്നാൽ തന്നെയും അതൊക്കെ ഉണ്ടാകുന്ന കാലത്താണ് ആ ഗ്രഹങ്ങളുടെ ഇതുകൊണ്ട് ആ ഭാവത്തിന് ചൈതന്യം ഉണ്ടാകുന്നതും ഫലദാന ശേഷി ഉണ്ടാകുന്നത്. പക്ഷെ ഇങ്ങനെ ഈ ഇതായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത നിൽക്കുന്ന രാശിയിൽ ഞങ്ങളെ 7-ാം ഭാവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ജാതകത്തിൽ ശുദ്ധമാണെങ്കിൽ അതിൽ മറ്റൊരു ഗ്രഹമുള്ള 7-ാം ഭാവമുള്ള ഒരു ആളുടെയാണ് ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും. കാര്യം ഇപ്പം ശുദ്ധമായിട്ട് അതായത് ഈ ഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു 7-ാം ഭാവമുള്ള ഒരു പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു രാശിയിൽ ഗ്രഹമുള്ള ഒരു പയ്യൻ്റെ ജാതകം തന്നെ വേണം ചേർക്കാനുള്ള. എന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ആഹ്ലാദവും നല്ലൊരു സക്സസ്ഫുള്ളായുള്ള ലൈഫും ഉണ്ടാവും. അല്ലാതെ ജഡാവസ്ഥയിലുള്ള 2 ജാതകങ്ങളെ 7-ാം ഭാവങ്ങളെ തമ്മിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു സക്സസ് ആവില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും തന്നെ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇങ്ങനെ ഒരു ശുദ്ധ ജാതകം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ദോഷമല്ല, അതൊരവസ്ഥ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. ആ സമയത്ത് നമ്മൾ രാശിചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലായ്പ്പോഴും 7-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടാവണം എന്നുള്ളതൊന്നുമില്ല. അപ്പോൾ അവരൊരു ജനന സമയം അനുസരിച്ചാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഈ പ്രപ്പോസൽ കൊടുക്കുന്ന സമയത്ത് ആരടുത്ത് ശുദ്ധജാതകം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ കുറേ മണ്ടന്മാരായ ജ്യോതിഷന്മാർ ഇങ്ങനെ നിങ്ങളെ മനസ്സിൽ അടിച്ചു കയറ്റി തന്നിട്ടുണ്ട് ശുദ്ധജാതകം. അല്ലാതെ യഥാർത്ഥത്തിൽ ശുദ്ധജാതകം എന്നുള്ള ഒരു കാര്യവും ഒരു ആചാര്യനും ഒരു ഗ്രന്ഥങ്ങളും പറയുന്നില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങളെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജാതകത്തിൽ 7-ൽ ഗ്രഹം ഇല്ല എന്ന് വെച്ച് വേറൊരു 7-ൽ ഗ്രഹമുള്ള ഒരു പയ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജാതകം ചേർത്തെന്ന് പറഞ്ഞ് അവർക്ക് യാതൊരു ദോഷവും വരാനും പോകുന്നില്ല. അങ്ങനെയുള്ള ജാതകം ചേർത്താൽ മാത്രമേ അവരുടെ ലൈഫ് സക്സസ് ആവുകയുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും നിങ്ങളാരും ഈ പ്രപ്പോസൽ കൊടുക്കാൻ നേരത്ത് മോൻ്റെ ശുദ്ധജാതകമാണ് മോളുടെ ശുദ്ധജാതകമാണെന്നൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹത്തിന് വേണ്ടി ഒരു ജാതകം കൊടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഈ വിശേഷതകളൊന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ ജാതകം കൊടുക്കുക. അത് യുക്തമായി നോക്കാൻ അറിയുന്നുള്ള ഒരു ദൈവജ്ഞനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നോക്കിക്കോളും. അതിനകത്ത് ശുദ്ധമാണോ പാപമാണോ, അതിൽ എത്ര എണ്ണം പാപമുണ്ട്, അല്ലെങ്കിൽ അത് ഏത് നാളാണ് എന്നുള്ളതെല്ലാം അദ്ദേഹം നോക്കിക്കോളും. അല്ലാതെ നിങ്ങളാരും അതിനകത്ത് ബേജാറാവേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് ഒരു വിവാഹം നടക്കണം. അതിനുവേണ്ടി നമ്മൾ ആ പ്രപ്പോസലിന് വേണ്ടിയിട്ട് ആ ഗ്രഹനില കൊടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വിവാഹങ്ങളെല്ലാം ഇതായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഈ വാക്കുകളിവിടെ അവസാനിക്കുന്നു.